ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ജൂൺ 4-ന് ഒരിക്കൽ കൂടെ ഇന്ത്യയായി മാറി രാജീവ് ഗാന്ധിയുടെ പാർട്ടിയുടെ കൈകളിലേക്ക് എത്തുമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ. കോഴിക്കോട് കടപ്പുറത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന രാജീവ് ഗാന്ധി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടപ്പുറം രക്തസാക്ഷി മണ്ഡപത്തിൽ ഫോറസ്ട്രി ബോർഡിന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം നടന്നു. DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. ജൂൺ 4-ാം തീയതി ഒരിക്കൽ കൂടി ഇന്ത്യയായി മാറി രാജീവ് ഗാന്ധിയുടെ പാർട്ടിയുടെ കൈകളിലേക്ക് എത്തുമെന്ന് അദ്ദേഹം അനുസ്മരണ പ്രസംഗത്തിൽ പറഞ്ഞു. ജൂൺ മാസം 4-ാം തീയതി കാലചക്രം ഇങ്ങനെ തന്നെയാണെങ്കിൽ ഒരിക്കൽ കൂടി ഇന്ത്യയായി മാറി രാജീവ് ഗാന്ധിയുടെ പാർട്ടിയുടെ കൈകളിലേക്ക് വരും എന്ന പ്രതീക്ഷയോടുകൂടി അതിനുവേണ്ടിയുള്ള നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി പ്രിയ നേതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ അതിനർപ്പിക്കുന്നു. പരിപാടിയിൽ M. രാജൻ, C. ചാക്കുണ്ണി, CC മനോജ് ചാക്കുണ്ണി, ദാമോദരൻ K, AK മുഹമ്മദ് അലി, MP രാമകൃഷ്ണൻ, MK ബീരാൻ, M. സതീഷ് കുമാർ, K. മൊയ്തീൻ കോയ, PT ഇല്യാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യ രാജ്യത്തിന്റെ വികസനത്തിനായി ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ച പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധിയെന്ന് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്. കോഴിക്കോട് DCC ഓഫീസിൽ നടന്ന രാജീവ് ഗാന്ധി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് DCCയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് പുഷ്പാർച്ചന നടത്തി വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്തിന്റെ വികസനത്തിനായി ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ച പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. എന്തുകൊണ്ടാണ് രാജീവ് ഗാന്ധി മരണപ്പെടേണ്ടി വന്നത്? രാജീവ് ഗാന്ധി ഇന്ത്യ രാജ്യത്തിന് യാതൊരു തരത്തിലും ക്ഷീണമുണ്ടാവില്ല എന്ന് അക്കാലത്ത് നമുക്ക് തോന്നുമെങ്കിലും അവിടെ തമിഴ് വംശജരായ ആളുകൾ അവിടെ തമിഴ് പുലികളുടെ നേതൃത്വത്തിൽ ശ്രീലങ്കയിൽ പ്രശ്നമുണ്ടാക്കുന്നു. ശ്രീലങ്കയിൽ ആഭ്യന്തര കലാപമുണ്ടാക്കുന്നു. ശ്രീലങ്കയിലെ ആഭ്യന്തര കലാപമുണ്ടാകുമ്പോൾ ഇന്ത്യക്ക് എന്ത് കാര്യമാണ്? ഇന്ത്യയിൽപ്പെട്ട തമിഴ്പ്പെട്ട ആളുകൾ അവിടെ വന്ന് കുറച്ച് കുഴപ്പമുണ്ടാക്കിയ ഇന്ത്യക്ക് എന്താണ്? അത് സന്തോഷമല്ലേ? പക്ഷേ രാജീവ് ഗാന്ധി അവിടെ തമിഴ് പുലികൾ നടത്തുന്ന ആ പോരാട്ടം അതിരുവിട്ടാൽ, ഇന്ത്യ അനങ്ങാതിരുന്നാൽ അവിടെ ഉണ്ടാകാൻ പോകുന്നത് മറ്റ് അമേരിക്ക ഉൾപ്പെടെയുള്ള നമ്മുടെ ശത്രു രാജ്യങ്ങൾ, ചൈന ഉൾപ്പെടെയുള്ള ശത്രു രാജ്യങ്ങൾ അവിടെ വന്ന് ശ്രീലങ്കയുമായി സൗഹാർദ്ദമുണ്ടാക്കി മുന്നോട്ട് പോവുകയും ഫലത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യം ഇന്ത്യക്കെതിരാകും. അത് ഇന്ത്യയുടെ വ്യാവസായിക വാണിജ്യ മേഖലയിൽ മാത്രമല്ല പ്രതിരോധ മേഖലയിൽ പോലും പ്രശ്നമുണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കി. IPKF DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ KC അബു, KP ബാബു, രാമചന്ദ്രൻ മാസ്റ്റർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലൈസൻസ് ഇല്ലാത്തവർ നടത്തുന്ന വെൽഡിംഗ് വർക്കുകൾ നിയമനിർമ്മാണം നടത്തി തടയണമെന്ന് കേരള അയൺ ഫാബ്രിക്